Hi, hello, welcome back to my channel. It's me Kanmani. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറച്ച് ദിവസമായില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് തിരക്കായി പോയി, കുറച്ചല്ല അത്യാവശ്യം നല്ല തിരക്കായി പോയി. കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് എടുക്കാം. നേരത്തെ ഡേ ഇൻ മൈ ലൈഫിനേക്കാളും കുറച്ച് വ്യത്യാസം കാണും ഇപ്പോഴത്തെ ഡേ ഇൻ മൈ ലൈഫ്. കാരണം കുറച്ച് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുക്കാമെന്ന്. ഞാൻ എണ്ണിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. കുറേ പേർക്ക് പരാതി ഉണ്ടായിരുന്നു, മിട്ടുവിനെ കാണിക്കുന്നില്ല, മിട്ടു ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ മിട്ടു ഉണ്ട്. മിട്ടുവിനെ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടു പോന്നെയാണ് കേട്ടോ. ദോണ്ടിരിക്കുന്നു മിട്ടുവിനെ അങ്ങനെ ഞാൻ വിട്ട് കളയത്തൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പം ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ തന്നെ കാരണം ഇവനൊറ്റൊരുത്തനാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും പോവാനായിട്ട് ഒരുങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഇവന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്റർവ്യൂവിനൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണെങ്കിലും രാവിലെ ഒരുങ്ങുമ്പോഴത്തേക്കിനും ഇവന് ഭയങ്കര വിഷമം, അവിടെ ഇവിടെയൊക്കെ മാറിയൊക്കെ ഇരിക്കും. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എനിക്കപ്പം തോന്നി ഇവിടെ വിട്ടു പോവണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാം, അതാകുമ്പോൾ ഇവന്റെ കൂടെ ഇരിക്കാമല്ലോ. ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയത് തന്നെ. അവനെ ഞാൻ വിട്ട് കളയുമോ? മിട്ടുവേ നോട്ടെ, ഇപ്പതാ ഇവിടാണ് കേട്ടോ കേറിയിരിപ്പ്. എൻ്റെ കൂടെ വന്ന് കിടക്കത്തേ ഇല്ല, എപ്പോഴും ഇവിടെ കേറിയിരിപ്പാ. മിട്ടുവേ വാ 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 പൊന്നെ, ഇറങ്ങി വാ പൊന്നെ, വാ വന്നാട്ടെ 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 വന്നാട്ടെ. ശുണ്ടിരി പെണ്ണായത്, ശുണ്ടി ശുക്കരൻ. എന്നെ മിട്ടുവിനെ കാണിക്കുന്നില്ലെന്ന് എല്ലാവർക്കും പരാതിയായിരുന്നു കേട്ടോ. മിട്ടുവേ അതെ, മിട്ടുവിന്റെ ഫാൻസിനൊക്കെ ഭയങ്കര പരാതി, മിട്ടുവിനെ ഞാൻ കാണിക്കുന്നില്ല എന്ന്. മിട്ടുവിന് ഞാൻ രാവിലെ എണ്ണിക്കുമ്പോഴേ മിട്ടുവിന്റെ ഫുഡ് അങ്ങ് കൊടുക്കും കേട്ടോ. ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കിനും അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഇന്ന് കൊണ്ടു കൊടുക്കാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ തന്നെ 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഓർഡേഴ്സ് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നതുകൊണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇതും കൊണ്ട് പോകണം. നിങ്ങളത് കണ്ടോ? അത് മിട്ടുവല്ല, ദേ പോകുന്നു മിട്ടു. അത് മിട്ടുവിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. രണ്ടും കൂടെ എപ്പോഴും ഇതിൻ്റെ അകത്ത് നാശം തന്നെ. നോക്ക്, ആ ചവിട്ടി കാണിച്ചിട്ടേക്കുന്ന നോക്ക് വന്ന്. പക്ഷെ എന്നെ കാണുമ്പോൾ ഒറ്റൊരോട്ടവാ. ഇങ്ങനെ വന്ന് കിടക്കുകയും ചെയ്യും, നമ്മളൊന്ന് എണ്ണിച്ച് കഴിയുമ്പോൾ ഓടുന്ന കാണാം. എന്നിട്ട് ഇവിടെ പോയ ഒരാൾ നോക്കിയിരിക്കുന്ന കണ്ട. മിട്ടുവേ കണ്ടോ, ചവിട്ടി കാണിക്കുന്ന വേല നോക്ക്. ഇപ്പൊ നോക്കിയാണോ ഓടുന്നത്? ഞാൻ എന്തുവാ ഓടി, മിട്ടു ഇങ്ങോട്ട് ഓടി. എൻ്റെ രാവിലത്തെ പണിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതെന്താണെന്നറിയാവോ? ഇത് സ്ട്രോബെറിയാണ്. അന്ന് മാവേലിക്കര പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം സ്ട്രോബെറിക്കകത്ത് അധികം വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ അച്ഛൻ പണ്ട് ചെടി നടാനായിട്ട് ഇങ്ങനെ ഓട് വെച്ചിട്ടൊരു ചെടിച്ചട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പം എന്നും രാവിലെ എണ്ണിച്ച് ഇതിന് വെള്ളം ഒഴിക്കും. ഇതിൻ്റെ അകത്ത് പിടിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അവിടുന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കിനും അവിടെ ഇരുന്നതിൻ്റെ അകത്ത് ഇതുപോലെ സ്ട്രോബെറി നിപ്പം ഉണ്ടായിരുന്നു. ഇത് പിടിക്കുമായിരിക്കും, നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. ഇതിലിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഐസ് വെള്ളം ഇല്ലേ, ഐസ് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനിതുവരെ ഒഴിച്ചില്ല, ഒഴിക്കണം. അപ്പോൾ രാവിലെ എണ്ണിച്ച് ഇതിന് വെള്ളം ഒഴിക്കും. അതുപോലെ തന്നെ എവിടെ പോണ് മിട്ടു, എവിടെ പോണ് ഇങ്ങോട്ട് കയറ്, കറങ്ങി അങ്ങ് നടക്കുക. ഇത് വേണ്ട ജോലിക്ക് ചോറ് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട്. ഇത് മാറ്റി നട്ടിട്ടില്ല. ഞാൻ മീഷോയിൽ കുറച്ച്
എന്തോ ചെടിച്ചട്ടി ഇല്ലേ, ചെടിച്ചട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ മാറ്റി നടണം. ഇതെന്ന് പറഞ്ഞാൽ മുന്തിരിയാണ് കേട്ടോ. 2 സൈസ് മുന്തിരിയുണ്ട്. വെള്ളമുന്തിരി അല്ലല്ലോ, പച്ചമുന്തിരിയും അതുപോലെ തന്നെ ചുമന്ന മുന്തിരി. അത് പിന്നെ അതേണ്ട ഇത് കണ്ടോ, ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊക്കെ ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഇത് പരിപാലിക്കലാണ് എൻ്റെ ജോലി രാവിലെ എണ്ണിച്ച് കഴിയുമ്പോഴത്തേക്കിനും. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇത് ഉറുമാമ്പഴം, അനാറ്, മാതള നാരങ്ങ. അപ്പം ഇത്രയത്തിനും വെള്ളം ഒഴിക്കലാണ് രാവിലത്തെ എൻ്റെ ഡ്യൂട്ടി. നേരത്തെ ഒന്നും എനിക്ക് ചെടിയോടൊന്നും ഇതുപോലെ നിങ്ങളോടൊന്നും താല്പര്യമില്ലായിരുന്നു. ഇപ്പം പക്ഷെ എന്തോ അങ്ങനെ അതിനൊക്കെ വെള്ളം ഒഴിച്ച് എന്തോ വിട്ടു. ഞാൻ ഇറങ്ങിയാൽ എൻ്റെ കൂടെ ഇറങ്ങിയതാ കേട്ടാ. ഇങ്ങനെ ഇറക്കി ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ വരുവാ. അതാണ് നോക്ക്, ചവിട്ടി കാണിച്ചിട്ടേക്കുന്ന നോക്ക്. ഞാൻ രാവിലെ നമ്മുടെ സ്ട്രോബെറിക്കും മറ്റേ ആ തൈക്കൊക്കെ വെള്ളം ഒഴിച്ചില്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് വളം അതുകൂടി ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വാങ്ങിച്ചെടുത്ത് അങ്കിള് പറഞ്ഞത് ഒന്നുകിൽ ആ വളം എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് വെള്ളം പോലെ ഒഴിച്ചാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ആ തൈയുടെ സൈഡിൽ ഇങ്ങനെ മാന്തിയിട്ട് ആ വളം ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഈ ഒരു വളമാണ് കേട്ടോ വാങ്ങിച്ചത്. ആ ഒരു തൈ വാങ്ങിയെടുത്തുനിന്ന് തന്നെ വാങ്ങിച്ച വളമാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വളവും കൂടി കുറച്ചങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ വളം ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഞാൻ വളം കലക്കിയതാ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഒഴിക്കുവാണ്. ഇതാകുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പിടിച്ചോളുമല്ലോ ആ ഒരു വെള്ളം. മറ്റേത് എനിക്ക് സൈഡ് ഇങ്ങനെ ചുരണ്ടിയിട്ടിടാനൊരു പേടി. വേറൊന്നുമല്ല, ചിലപ്പോൾ ആ വേരിലെങ്ങാനും തട്ടി ഇത് പന്നലായിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് പോവും. കാരണം ഞാൻ അതുപോലെ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനങ്ങളായതല്ല. അതേ കണ്ടില്ലേ, മഴ ചാറുന്നുണ്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, മഴ ചാറുന്നത്. എന്തായാലും ഞാനിത് കലക്കിയ സമയത്ത് മഴ ചാറുന്നില്ലായിരുന്നു. ഞാൻ കലക്കിയത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും മഴയും ചാറുന്നു. എന്തായാലും കലക്കിയത് ഒഴിക്കാതെ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കലക്കിയത് കൂടി ഒഴിക്കാം. കലക്കിയതിൻ്റെ അകത്ത് ഒഴിക്കാം. നമ്മുടെ ജൂലി പ്രസവിച്ച് കിടക്കുമല്ലേ, അപ്പം ചോറും കൊണ്ട് വന്നാ കേട്ടോ രാത്രിയിൽ. ജൂലിപ്പെണ്ണേ തോട് വേണ്ടയോ? തോട് വേണ്ടയോ? എന്നാ ചോറ് തിന്നാട്ടെ, എന്നാ കഴിക്ക്. വേണ്ട ഗൈസ്, ജൂലിയുടെ കുഞ്ഞുങ്ങൾ 6 പേരുണ്ട്. 6 പേരെന്ന് പറഞ്ഞാൽ 5 പെണ്ണുങ്ങൾക്ക് 1 ആണ്. അങ്ങനെയാണ് ഗൈസ് ഇവര്. ജൂലി ചോറ് തിന്നാട്ടെ, അവരെഞ്ഞ് മാറ്റ്. പൊന്നു ചോറ്. എണ്ണീര് ചോറിന്. ജൂലി ചോറ് എണ്ണീര്. ഓ കിഴി വെച്ച് തരണോ? എന്നാ തിന്നെ. കണ്ടോ, 2, 4, 6 പേരുണ്ട്. ഇതിൽ ആൺകുഞ്ഞ് ഏതായിരുന്നു? ഇതാന്ന് തോന്നുന്നു ആൺകൊച്ച് കേട്ടോ. ഇവനാന്ന് തോന്നുന്നു ആൺകൊച്ച്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നല്ല നോക്കാൻ പറ്റുന്നവർ മാത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ ജൂലിയുടെ മിക്ക കുഞ്ഞുങ്ങളെയും ഓരോ ആൾക്കാർ അഡോപ്റ്റ് ചെയ്തെടുക്കും. ഇവനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവനെ ഞാനിഞ്ഞെടുത്താലോ എന്ന് വിചാരിച്ചിരിക്കുക. ശുണ്ട്രിമണിയല്ലേ ഇവൻ? ശുണ്ട്രിമണി. എല്ലാവരും നല്ലതാ കേട്ടോ. ഇവരെയൊക്കെ കണ്ടോ, നല്ല. ഓ ഇവന് നല്ലതാ. അതുപോലെ വേറെ ഓരോന്നിനെ കാണിക്കാൻ ഞാൻ കണ്ടോ. യോ മൂക്കൊക്കെ കണ്ടോ. ഇവന് ശുണ്ടരിയ, ബാക്കിയെല്ലാം പെണ്ണാ ഗൈസ്. ഇവൻ മാത്രമേ ഉള്ളൂ ആണ്. അതുകൊണ്ട് ഇവരെയും കാണാൻ നല്ല ഭംഗിയില്ലേ. ഓ ഇവിടെ ആരാ കിടന്ന് തിരയുന്നേ ഇവന്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഒരു പെറ്റിനെ വളർത്തുന്നത് നല്ലതാണ് ഗൈസ്. നമുക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു പെറ്റിനെ വളർത്തണം. ഇപ്പം തന്നെ ഞാൻ തന്നെ ആ വീട്ടിൽ എൻ്റെ മിട്ടു ഉള്ളത് കൊണ്ടാണ് എനിക്ക്
ഒന്നും അറിയാനില്ലാത്തത്. കാരണം ഫുൾ ടൈം ഞാൻ മിട്ടുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല. കാരണം അവനുള്ളത് കൊണ്ട് എനിക്ക് വിഷമങ്ങളൊന്നുമില്ല. അഥവാ എന്തെങ്കിലും വിഷമം വന്നാലും തിന്നു, അഥവാ എന്തെങ്കിലും വിഷമം വന്നാലും അവൻ്റെ അടുത്ത് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ വിഷമമെല്ലാം മാറും. അപ്പം നിങ്ങൾ ചോറിൻ്റെ അകത്തോട്ട് കയറിപ്പോൾ നിനക്ക് ഇപ്പോഴേ ചോറിനാൻ പറ്റത്തില്ല. അപ്പം മസ്റ്റായിട്ടൊരു പെറ്റിനെ വളർത്തുന്നത് നല്ലതായിരിക്കും. മനുഷ്യനേക്കാളിലും സ്നേഹമാണ് അവർക്ക്. നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവൻ ഇന്നലെ തന്നെ ഈ ഹോളിൽ കൂടെ ഒരുത്തം പോയി തലയിട്ട് എന്നാൽ ഞാൻ ഞാൻ വീക്കും കേട്ടോ. നമ്മൾ ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ മരണം വരെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മനുഷ്യന്മാരെ പോലല്ല. ജൂലി കഴി. അതിൻ്റെ ഇടയ്ക്ക് മതിയോ ജൂലി പെണ്ണേ? കഴിക്ക് ജൂലി പെണ്ണേ. ധൂളി പെണ്ണേ കഴിച്ചാട്ടടി. നീ കഴിച്ചിട്ട് വേണം എനിക്ക് മാറ്റി വെച്ചിട്ട് പോകാൻ, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ചോറിൻ്റെ ഇടയ്ക്ക് വരവും. വേണ്ടേ ഇവിടെ മതിയോ? ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടേ. വെള്ളവും ഉണ്ട്, ചോറും ഉണ്ട്, കഴിച്ചോണേ കേട്ടോ ജൂലി. വെള്ളവും ഉണ്ട്, ചോറും ഉണ്ട്, കഴിച്ചോണേ. ഞാൻ പോവാ കേട്ടോ. കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഇടരുത് കേട്ടോ. പോവാണേ. അവിടെ കിടന്നോളും. അപ്പം ഞാൻ പോവാണ് ഗായ്സ്. ജൂലിക്ക് ചോറ് കൊടുത്ത് ഇനി വീട്ടിലോട്ട് പോവാം. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ തിരക്കിയതാ ഇവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മിട്ടുവിൻ്റെ കരച്ചിൽ കേൾക്കാം കേട്ടോ. കേട്ടോ, ഇതാണ് എൻ്റെ മിട്ടുവിൻ്റെ കരച്ചിൽ. അവൻ ഇങ്ങനെ വിസിൽ വിടുന്ന പോലെ കരയുന്നത്. അവന് സൗണ്ടേ ഇല്ല. ഞാൻ ഇവിടുന്ന് പോയപ്പോഴത്തേന് ഞാൻ എവിടെയോ പോയതാന്ന് പറഞ്ഞ് കയറി നോക്കിയിരിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ അവസ്ഥ. എങ്ങോട്ടും പോകാനൊക്കത്തില്ല. ഞാൻ എവിടോട്ടേലും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വിഷമയിരുത്തലും ഈ തിരക്കിയിരിപ്പും ഇത് തന്നെയാണ്. ഞാൻ അപ്പുറത്തോട്ടങ്ങാണോ പോകുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പുറകിന് വരും. ഇവനെ കടിച്ച ആ ഒരു കണ്ടംപൂച്ച ഇവിടെയൊക്കെ നടപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അകത്തോട്ട് കയറിയിട്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടന്നു കേട്ടോ. കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ഓർഡേഴ്സ് വരുമ്പം അവർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അഡ്രസ്സും കാര്യങ്ങളും ബുക്കിൽ എഴുതി വെക്കും. അത് കഴിഞ്ഞ് പാക്ക് ചെയ്യുമ്പം അതും എഴുതും. അത് കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്ത് കഴിയുമ്പം അതും എഴുതും. അങ്ങനെ ഓരോന്നിട്ട് എഴുതി വെക്കുമായിരുന്നു. കുറച്ച് പേയ്മെൻറ്റ് ചെയ്ത ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും എഴുതി വെച്ചില്ലായിരുന്നു. നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ. പെൻഡിങ് വരുത്തി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്കിങ്ങനെ ഓരോ എൻക്വയറിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തത് ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഓർഡേഴ്സ് വരുമ്പം പേയ്മെൻറ്റ് ചെയ്യുമ്പോഴേ അങ്ങ് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. നമ്മൾ പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുറച്ച് പെൻഡിങ് ഇട്ടായിരുന്നു. അതാണ് എനിക്ക് തലയ്ക്ക് പുകഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജൂലി വീണ്ടും വന്നത്. ജൂലിയേ വരുക. നാടാ എന്തുവാന്ന് അറിയത്തില്ല കേട്ടോ. വീട്ടിൽ വന്ന് എന്തോ മോനെ വാ പൊക്കോ. നടന്നോ ഉണ്ട് എന്തോ നോക്കാം. എന്തോന്ന് അറിയത്തില്ല. എന്തുവാ 2 4 6 ഉണ്ടല്ലോ. കേറകത്ത്. ജൂലി എന്തിനാ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്നറിയാമോ? വേറൊന്നും അല്ല. അവളാണെങ്കിൽ അതിൻ്റെ അകത്ത് കിടന്നപ്പം കതവ് ചാരിയിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ അവൾ എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും കതവ് ഫുള്ളായിട്ട് അങ്ങ് തുറന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആൾ വീട്ടിൽ വന്ന് എന്നെയും വിളിച്ചുകൊണ്ട് വന്നത്. കാരണം കുഞ്ഞുങ്ങളില്ലേ, ഇവിടെ ആണെങ്കിൽ പന്നിയും അതുപോലെ തന്നെ കുറേ വേറെ കാട്ടുപട്ടിയുടെയൊക്കെ കുറേ ശല്യമുണ്ട്. അപ്പോൾ അവൾ ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെ വീട്ടിൽ വരെ വന്ന് വിളിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ഞാൻ കഥയൊക്കെ അടച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എൻ്റെ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. മുമ്പേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേയേറെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജൂലി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പം അതും കുറേ പെൻഡിങ് ആയിപ്പോയി. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, ഏതാണ്
പേയ്മെൻറ്റ് ചെയ്തത്, ഏതാണ് പേയ്മെൻറ്റ് ചെയ്യാത്തത്, പിന്നെ കുറേ എൻക്വയറീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം റിപ്ലൈ കൊടുക്കണമല്ലോ. അവർക്ക് കുറേ സംശയം, ഇപ്പം മെസ്സേജ് അയക്കുന്നവർക്ക് കുറേ സംശയമുണ്ട്. അവർ ചോദിക്കുന്ന ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ഏതാ, അതിന് എത്ര ലെങ്ത് ഉണ്ട്, അതിൻ്റെ കറക്റ്റ് കളർ ഏതാ. ചിലർ പറയും ഒന്ന് കറക്റ്റായിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു തരുമോ. അപ്പം നമ്മൾ അതിൻ്റെ കറക്റ്റ് നൂത്തിട്ടിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. എനിക്കാണെങ്കിൽ ചെയ്യുന്ന കാര്യം നീറ്റെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം കുറച്ച് നല്ല രീതിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് കേട്ടോ ഞാൻ. ഇപ്പം ഞാൻ അഡ്രസ്സ് എഴുതുന്ന പേപ്പറിൽ എന്തെങ്കിലും ഒരു അക്ഷരമെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അത് എടുക്കാതെ അത് മാറ്റിയിട്ട് പുതിയ പേപ്പറിൽ എഴുതും. കാരണം എനിക്ക് ഭയങ്കര പെർഫെക്ഷനിൽ അങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞ് ഒരു 3-4 വട്ടം ഞാനിങ്ങനെ റീചെക്ക് ചെയ്യും, അത് ശരിയായോ, അത് തന്നെയാണോ. ഇപ്പം ഈ ഒരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് മാറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഡ്രസ്സാണേലും സൈസാണേലും മാറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ അവരുടെ നമ്പർ അടിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞത് തന്നെയാണോ ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത്, അവർ പറഞ്ഞ കളർ തന്നെയാണോ, അവർ പറഞ്ഞ സൈസ് തന്നെയാണോ ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ റീചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും പാക്ക് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര മറവി. ഇപ്പം ഈയിടെയായിട്ട് ഭയങ്കര മറവിയാണ്. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഓർമ്മ കാണത്തില്ല, ഞാൻ മറക്കും. ഷെടാ, ഈ കിളികൾക്ക് ഭയങ്കര ഇതാണല്ലോ. ഞാനിപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കിളികൾ ഭയങ്കര കരച്ചിൽ ഗൈസ്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എഴുതി വെച്ചിട്ട് അവരേതാണോ ഓർഡർ ചെയ്തത് ആ ഡ്രസ്സ് എടുത്ത് അങ്ങോട്ട് വെക്കും. ഇപ്പം ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് അവർ വേണ്ടതെന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ അവർ അഡ്രസ്സ് എഴുതിയിട്ട് ഈ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി വെക്കും. അത് കഴിഞ്ഞ് അടുത്ത ആളുടെ നോക്കിയിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്തത് ഏത് ഡ്രസ്സിനാണെന്ന് വെച്ചാൽ അതങ്ങോട്ട് മാറ്റി വെക്കും. ഈ ഒരു ഫീഡിങ് നല്ല രീതിക്ക് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ വീനെക്കിൻ്റെ ഡ്രസ്സില്ലേ, അത് ഭയങ്കര മൂവിങ് ആയിരുന്നു. ഒരുപാട് ഓർഡേഴ്സ് വന്ന്, ഇപ്പോൾ അത് സോൾഡ് ഔട്ട് ആയി എന്നാൽ പോലും അത് തിരക്കി കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അടുത്ത ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ. ഇതിപ്പോൾ വന്ന കളക്ഷനാണ്. ഫ്രണ്ട് യോക്കിൻ്റെ അവിടെ ചെറിയ 2 ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വന്ന ഫ്രോക്ക് നൈറ്റി കുറച്ച് ഹെവി ഡിസൈൻ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഫ്രോക്ക് നൈറ്റിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ആൾക്കാർക്ക് ടോപ്പിനേക്കാളും വേണ്ടത് ഫ്രോക്ക് നൈറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്രോക്ക് നൈറ്റി തീർന്നു കഴിഞ്ഞിട്ടും ആൾക്കാർ ഇങ്ങനെ എൻക്വയറി ഉണ്ടായിരുന്നു അതിനി എടുക്കുമോ എന്ന്. ആ ഒരു ഫ്രോക്ക് നൈറ്റി ആണെങ്കിൽ കൂടി ഇപ്പം 3 കളേഴ്സായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ചില ആൾക്കാരാണെങ്കിൽ ആ 3 കളേഴ്സും ഒരുമിച്ച് വാങ്ങിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഫ്രോക്ക് നൈറ്റിയോട് ഭയങ്കര ക്രേസ് ആണെന്ന് തോന്നുന്നു. വീട്ടിലൊക്കെ നല്ല രീതിക്ക് നിൽക്കാനാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് ഇഷ്ടം. നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഞാനടക്കം ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കിനും പഴയ ചുരിദാർ, അതേ അഴുക്ക് വന്ന കീറിയ ചുരിദാറൊക്കെ ഇട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുള്ളൂ. പിന്നെ അതാണ്ട് ഇത് ഇപ്പോൾ വന്ന കളക്ഷനാണ് കേട്ടോ. 299 നമ്മുടെ ക്രിസ്മസ് കളക്ഷനാണ്. നല്ല അടിപൊളി ടോപ്പാണ്. പക്ഷേ റേറ്റ് കുറവുമാണ്, എന്നാൽ അടിപൊളി ഡ്രസ്സുമാണ്. അടുത്ത ഇതും ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു ഗിൽറ്റുള്ള ഈ ഒരു മിനുക്കം പോലത്തെ വരുന്നത് ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ, മീഡിയവും ലാർജും മാത്രം. അതിൽ മീഡിയം ആണ് ഇപ്പോൾ പോയത്, ലാർജ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ്റെ വീനെക്കിൽ വരുന്ന ഇതിൻ്റെ ലാർജ് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഓർഡർ വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ. ഇത് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ച് തീർന്നു കഴിഞ്ഞിട്ടും എൻക്വയറി ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ഇത് നല്ല അടിപൊളി ഐറ്റമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇനിയും 2 ട്രിപ്പിൾ എക്സലും കൂടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പോയിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങളൂടെ പാക്ക് ചെയ്യാനുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചു, ഇനി ഇത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് മാറ്റിയും കൂടെ വെച്ചാലേ ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും പാക്ക് കൂടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ കിടക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. എന്നത്തെയും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയെക്കാളും നല്ല വ്യത്യാസമുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നാണെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ച വീഡിയോയിലുള്ളത് തന്നെയാണ് എൻ്റെ സെയിം ഡേ ഇൻ മൈ ലൈഫ്. ചിലർ പറയാറുണ്ട് ഇതെന്താണ് ഇങ്ങനെ ചുമ്മാ വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി ഗൈസ്, ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ രാവിലെ എണ്ണിക്കും, എന്തെങ്കിലും കുറച്ച് കാര്യം ചെയ്യും. പിന്നെ ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇതുപോലത്തെയാണ് കേട്ടോ. ഇങ്ങനെ ജോലി ഉണ്ടാവുമല്ലോ, ആ ജോലി ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഞാനിരുന്ന്
കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെ അതാണോ ഇതാണോ എന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. നമ്മളെ വിശ്വസിച്ചൊരു കാര്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് തെറ്റായിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇത് പോകുമല്ലോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.